വോയിസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ്. എനിക്ക് വൈക്കത്തൊരു ബേക്കറി ഉണ്ട്, ജിക്കൂസ് ബേക്കറി. അപ്പം എൻ്റെ ബേക്കറിയിൽ എല്ലാവരും വന്നിച്ചും പറയും, സന്തോഷം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് താ എന്ന് പറയും. അത് നിരന്തരമായിട്ട് അല്ലാതെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഒക്കെ ഇതുപോലെ ആവശ്യപ്പെടുമായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഡക്റ്റ് ഇറക്കി. ഞങ്ങളൊരു ഫുൾ ചിക്കൻ ഫ്രൈ, ഒരു ചിക്കൻ എടുത്തിട്ട് സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് അത് ഫ്രൈ ചെയ്ത് 10 പൊറോട്ടയും സാലഡും ഗ്രേവിയും എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു നല്ല ഒരു മൂവിങ് ആയത് ഒരുപാട് പേര് അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അതിൻ്റെ ആ റെസിപ്പി, അതിൻ്റെ ആ പ്രോഡക്റ്റ്, അതിൻ്റെ ആ വിതരണം എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചേർത്തല കടക്കരപ്പള്ളിയിലാണ് എൻ്റെ വൈഫിൻ്റെ വീട്. അവളുടെ ഒരു ബ്രദർ, പുള്ളിക്കാരൻ ഈ കത്തിയൊക്കെ ഉണ്ടാക്കും, പിന്നെ ഒരുപാട് ഇങ്ങനെ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നല്ലൊരു മേക്കറാണ് പുള്ളിക്കാരൻ. എനിക്ക് സന്തോഷപൂർവ്വം ഒരു കത്തി കൊടുത്തു വിട്ടു. അത് നമ്മുടെ ഈ വോയിസ് ഓഫ് കിച്ചണിൽ നമ്മളെ ഇങ്ങനെ അരിയാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ കത്തി കൊണ്ട് അരിയണമെന്ന് പുള്ളിക്കാരനോട് താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ പൊട്ടിച്ച് നോക്കി കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. ഇതിന്റെ പിടിയൊക്കെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടോ, ഭയങ്കര മൂർച്ചയാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൈ മുറിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കത്തി സമ്മാനിച്ച നമ്മുടെ മത്തായിക്ക് കുടുംബത്തിനും വോയിസ് ഓഫ് കിച്ചണിയുടെ പേരിൽ ഒരു പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ഇതിവിടെ നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ശരി, നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇപ്പൊ നമ്മളത് ഓൾറെഡി 3 മാസം കഴിയതാണേ, എന്നാൽ നമുക്ക് ഒന്നുകൂടി കഴുകാം. എത്ര കഴിയാലും അത്ര നല്ലത്. ഇപ്പൊ നമ്മൾ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് അതിന്റെ വെള്ളമൊക്കെ ഊർന്നു പോയി. ഇനി ആ ചിക്കനിൽ പുരട്ടാനുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഇത് കുറച്ച് കറിവേപ്പില എന്ന് പറഞ്ഞാൽ 4-5 തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും ഒരു 4 തണ്ട് പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് നേരെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതൊരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ ഇടാം. നമുക്ക് 4 മുട്ട, കോഴിമുട്ടയാണ്, ആദ്യം നമുക്ക് പൊട്ടിച്ചതിനകത്തേക്കിടാം. ഒരു 2 സ്പൂണ്, ടീസ്പൂണാണ് കേട്ടോ, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്താണ് നമുക്ക് ഇതിനകത്തേക്ക് വയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി ഒരു 5 സ്പൂണ് കണക്കാക്കി ഇട്ടിട്ട് ആണ് ഇടാനായിട്ട്. ഇപ്പോൾ ഒരു 5 സ്പൂണ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പെരുംജീരകം പൊടിച്ചതുണ്ടല്ലോ, അത് 1 സ്പൂൺ ഇട്ട്. ഇനി നമുക്ക് ഇടേണ്ടത് കുരുമുളക് പൊടിയാണ്, അത് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കോൺഫ്ലവർ ഇടാം. കോൺഫ്ലവർ നമുക്ക് ഇത്രയും സാധനത്തിന് ഒരു 2 സ്പൂൺ ഇടണം. 2 സ്പൂണ് നിറച്ച് നമുക്ക് ഇടണം. അതൊരു കണക്കാക്കി നമുക്ക് ഇടാം. നമുക്കിപ്പോൾ സ്പൂണൊന്നും വേണമെന്നില്ലല്ലോ, ഒരു ഉദ്ദേശം വെച്ച് നമുക്ക് ഇടാം. അതും കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കട്ട പോലും ഇല്ലാതെ പിന്നെ എല്ലാ പൊടികളും ചേർത്ത് നമ്മളിങ്ങനെ തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴയ്ക്കാം. നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ മുളക് ചതച്ചുണ്ടല്ലോ, കൊല്ലമുളക് ചതച്ച്, അതും ഒരു 2 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടണം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കനൊക്കെ ഫുള്ളായിട്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, ഇതിൻ്റെ അരിയും ഈ മുളകും ഒക്കെ കൂടി.
ഓരോ ചിക്കൻ എടുത്ത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വരഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നന്നായിട്ട് വരണം, അടുപ്പിച്ചടുപ്പിച്ച് ആഴത്തിൽ വരഞ്ഞ് ഇട്ട് വേണം നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട്. അങ്ങനെ എല്ലാം മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നെടുത്ത് മസാല പുരട്ടി മാറ്റി വെക്കണം. ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ശരിക്ക് മസാല തേക്കണം. ഇതുണ്ടോ, മസാല തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരഞ്ഞ സൈഡുകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇങ്ങനെ ഇത് മൊത്തം നമ്മൾ പുരട്ടും. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞല്ലോ. ഇനി നമ്മളിതെല്ലാം കൂടി നേരെ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റുവാണ്. ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഇത്രയും 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതല്ല ഒരു 2 മണിക്കൂറൊക്കെ ആയാലും അത് മതി. പക്ഷേ ഏറ്റവും നല്ലത് ഇതാണ്. ഇനി നമുക്ക് ചിക്കന് ഗ്രേവി ഉണ്ടാക്കണ്ടേ. ഈ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 6 സവോളയും ഒരു 7 പച്ചമുളകും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 കറിവേപ്പില ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളിങ്ങനെ ഇളക്കാൻ പോവാണ്. അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് ഇളക്കി, വീണ്ടും നമ്മൾ അത് ഇളക്കുവാണ്. ഇനി ഇതൊന്ന് വഴണ്ട് വരണം. ഇപ്പം ഇതൊരു പരുവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടി ഗരം മസാല അത് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ആ വഴന്ന് വരുന്ന ആ സവോളയ്ക്കകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് നമ്മൾ ചെറുതാടങ്ങ് വറുത്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചിക്കൻ ഇടാം. നമ്മുടെ ക്യാമറാമോൻ പെട്ടെന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് വറുത്തത്. നമ്മൾ ചിക്കൻ ഇപ്പോൾ ഒരു പകുതി വേവായി. നമ്മൾ ഒരു വഴുത് കൊണ്ട് ഇതിനെ കെട്ടിയിട്ടിരിക്കുക. കാരണം കണ്ണാപ്പയോ ചട്ടവോ തൊട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്, ഒരു ടെക്നോളജിയാണ്. എന്താ മറിച്ചിടാനൊക്കെ എളുപ്പമാണ്. കൈയും പുള്ളിയില കാലും പുള്ളിയില. പിന്നെ നമ്മൾ ഇപ്പം ഒരു 10-20 നമ്മുടെ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. ആ വെളുത്തുള്ളി ഇടുന്ന ഭാഗം എടുക്കാൻ പറ്റിയില്ല, ഞങ്ങളത് വിട്ടുപോയി കേട്ടോ. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്ന് എടുത്ത് ഈ പാത്രത്തിലേക്ക് വയ്ക്കാം.
നമ്മൾ ചിക്കൻ പാക്ക് ചെയ്തു, ഗ്രേവി പാക്ക് ചെയ്തു, സാലഡ് പാക്ക് ചെയ്തു, പൊറോട്ട പാക്ക് ചെയ്തു. ഇനി നമുക്ക് പേപ്പർ ബാഗിലേക്ക് ആദ്യം ഒരു പ്ലേറ്റ്, നമ്മുടെ പാളയുടെ പ്ലേറ്റ് ആണ്, നല്ല അടിപൊളി സാധനമാണ്. അത് നമുക്ക് ഇങ്ങോട്ട് നേരെ നിവർത്തി വെച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് വെക്കുന്നത്, കണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തേക്ക് 10 പൊറോട്ടയാണ്. ഇത് നമുക്ക് നേരെ വെച്ചു കൊടുക്കും. ഇനി അതിന്റെ മുകളിൽ നമ്മുടെ ചിക്കൻ, ഫുൾ ചിക്കൻ. നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഞങ്ങൾ സപ്ലൈ എത്തിക്കാനായിട്ട് ഉദ്ദേശമുണ്ട്. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വരും. ഗുഡ് ബൈ.